ഇന്നത്തെ വീഡിയോ ദേവൻ്റെയും വേദയുടെയും സ്കൂളിലെ PTA മീറ്റിങ്ങിന് പോകുന്ന വീഡിയോ ആണ്. ഓട്ടോ ടൈമിന് തന്നെ വന്നു. ദേവനും വേദയും ചേട്ടത്തെയും ഞാനൊക്കെ ആയിട്ട് ഓട്ടോയിൽ കയറി. ഈ ദേവനാണെങ്കിൽ ക്യാമറയിൽ നോക്കത്തേ ഇല്ല. അതിന് കഷ്ടപ്പെട്ടവൻ അറിയാതൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവനൊരു ഇൻട്രോവേർട്ടാണ്. പെട്ടെന്ന് തന്നെ സ്കൂളൊക്കെ എത്തി. അങ്ങനെ ഓട്ടോയിൽ നിൽക്കി ഇറങ്ങി ഞങ്ങൾ സ്കൂളിലോട്ട് നടന്നു. പിന്നെ വേദമോളും ദേവനൊക്കെ എനിക്ക് പഴയ അവരുടെ ക്ലാസ് റൂം LKGയിലെ ക്ലാസ് റൂമൊക്കെയാണ് കാണിച്ചു തരുന്നത്. പിന്നെ ഞങ്ങൾ PTA മീറ്റിംഗ് നടക്കുന്ന അവരുടെ ഇപ്പോഴത്തെ ക്ലാസ്സിലെത്തി. PTA മീറ്റിങ്ങിന് ഓരോ കുട്ടികൾക്കും ഓരോ ടൈം അലൗട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ആ ഒരു ടൈമിന് ഇടയിലുള്ള കുട്ടികളും അതിൻ്റെ പേരൻസൊക്കെ ഉള്ളായിരുന്നു ക്ലാസ് മുറികളിൽ. പിന്നെ ഇവരുടെ ക്ലാസ് മുറി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചാർട്ട് പേപ്പറും ഓരോ വർക്കും കുട്ടികളുടെ വർക്കും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ പ്രോഗ്രസ് കാർഡും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പ്രോഗ്രസ് കാർഡിൽ ഇവരുടെ മാർക്ക് മാത്രമല്ല, മറിച്ച് ഇവരുടെ അംബീഷൻ, ഇവരുടെ റോൾ മോഡൽ, അതുപോലെ തന്നെ ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്, ഇവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, ഇവർക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ്, ഇങ്ങനെ തുടങ്ങിയ ഒരു കുട്ടിയെ സംബന്ധിക്കുന്ന ഒട്ടുമിക്ക വിവരങ്ങളും ഇതിനകത്ത് കാണാനായിട്ട് സാധിച്ചു. അതൊരു നല്ല കാര്യമായി എനിക്ക് തന്നെ തോന്നി. അങ്ങനെ ദേവനും വേദയും ചേട്ടത്തെയും കൂടെ അവരുടെ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് അവരുടെ പഠന നിലവാരവും ക്ലാസ്സിലെ പെരുമാറ്റവും ഒക്കെ അറിയാനായിട്ട് പോയിട്ടുണ്ട്. വീട്ടിലെ കൂട്ടെല്ലാം വളരെ ക്വയറ്റ് ആയിട്ടുള്ള കുട്ടികളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇരട്ട കുട്ടികളായതുകൊണ്ട് അവരുടെ ക്യാരക്ടറും അവരുടെ പഠന നിലവാരവും എല്ലാം ഒരുപോലെ ആണെന്ന് ഇല്ല. അവർ രണ്ട് വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസസ് അവരുടെ മാർക്കിലും കാണും, അവരുടെ പെരുമാറ്റത്തിലും കാണും. അങ്ങനെ ക്ലാസ് ടീച്ചറിനെ കണ്ടു. ഇനി മറ്റ് ടീച്ചേഴ്സിനെ കൂടി കാണണം. അങ്ങനെ ആ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഇൻട്രോവേർട്ട് ദേവൻ വന്ന് ക്യാമറയൊക്കെ പൊത്തിപ്പിടിക്കുന്നുണ്ട്. പിന്നെ ഇവരെ പഠിപ്പിക്കുന്ന ബാക്കി എല്ലാ ടീച്ചേഴ്സിനെയും പോയി കണ്ടു. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്കിങ്ങനെ PTA മീറ്റിംഗ് ആണ്, അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് PTA മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷനൊക്കെ വരും. അങ്ങനെ ഒരു ടെൻഷൻ ഇവർക്കില്ല. ഇവർ കുട്ടികളായതുകൊണ്ടായിരിക്കാം അത്. മീറ്റിംഗ് കഴിഞ്ഞ് പിന്നെ ഇവർ ആദ്യം പോയത് ഇവരുടെ പാർക്കിലേക്കാണ്, ഇവരുടെ പ്ലേ ഗ്രൗണ്ട് അവിടേക്കാണ് പോയത്. പിന്നെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. എല്ലാ റൈഡിലൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് ഇവർ രണ്ടും വന്നത്. കളിച്ച് ക്ഷീണിച്ചതുകൊണ്ട് തന്നെ സ്കൂളിലെ ക്യാൻറ്റീനിൽ നിന്നൊരു ഫ്രൂട്ടിയൊക്കെ വാങ്ങിക്കൊടുത്തു. അതൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ സ്കൂളിന് പുറത്തേക്ക്. ഇവരുടെ സ്കൂൾ ക്യാമ്പസിനുള്ളിൽ APJ അബ്ദുൽ കലാം പോലെ മഹത്തായ പല വ്യക്തികളുടെയും പ്രതിമകളൊക്കെ ഉണ്ട്. ഇവരോട് ഓരോ പ്രതിമകളും കാണുമ്പോൾ ഇതാരാണെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ ഓരോ പ്രതിമയുടെയും താഴെ പേരുണ്ട്. അപ്പോൾ അത് കൂട്ടി വായിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കാണിച്ച പ്രതിമ APJ അബ്ദുൽ കലാമിൻ്റെയാണ്. പിന്നീട് ഇത് നമ്മുടെ മദർ തെരേസയുടെ പ്രതിമയാണ്. ഇത് ആര്യഭട്ടയുടെ പ്രതിമയാണ്. അങ്ങനെ പ്രതിമയും കണ്ടു, മീറ്റിങ്ങും കഴിഞ്ഞു. സ്കൂളിന് പുറത്ത് നമ്മുടെ ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടോയിൽ കയറി തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.